ട്രിവാൻഡ്രം തിരുമലയ്ക്ക് സമീപം പെരുകാവിൽ നമുക്കിന്നൊരു 2 നില വീട്, ഒരു കണ്ടംപററി സ്റ്റൈലിലുള്ള ഒരു പുതിയ 2 നില വീടാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ചുറ്റുപാട് തന്നെ റെസിഡൻഷ്യൽ ഏരിയയുടെ തൊട്ടടുത്താണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. കണ്ടോ, വേറെ ധാരാളം നമുക്ക് വീടുകളൊക്കെ കാണാൻ സാധിക്കും. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു പ്ലോട്ടൊക്കെ സെയിലിനായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഈ ഒരു വീടാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് നമുക്കൊരു 9 കിലോമീറ്ററൊക്കെ ട്രാവൽ ചെയ്താൽ നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ എത്താൻ പറ്റും. നമുക്ക് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു 400 മീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ഫ്രണ്ടിലെ ലുക്ക് കണ്ടോ, നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്തിട്ടുള്ള ഒരു പുതിയൊരു വീടാണ് വരുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. 3,600 സെൻറ്റിൽ 1,400 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു വീടിന് വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ് ബാക്കി 2 ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് കയറി വരുമ്പോഴത്തേക്ക് നമുക്കൊരു സ്ലൈഡിങ് ആൻഡ് ഫോൾഡിങ് ഗേറ്റാണ് ഇവിടെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫ്രണ്ടേജിൽ നമുക്ക് ഒരു കാർ സുഖമായിട്ട് വരാൻ വേണ്ടിയുള്ള സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിവിടെ ഫുള്ളും തന്നെ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഫുൾ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു 2 കാർ വരെ നമുക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസ് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കിവിടെ പൈപ്പും കിണറും നമുക്ക് ഈ ഒരു വീടിന് അവൈലബിൾ ആണ്. ഇതാണ് നമുക്ക് വീടിൻ്റെ അപ്പോൾ ഫ്രണ്ടേജ് ലുക്ക് വരുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അകത്തോട്ട് പ്രവേശിക്കുകയാണ്. നമുക്കിപ്പോൾ ഫ്രണ്ടിൽ വരുമ്പോൾ നമുക്കിവിടെ സിറ്റ് ഔട്ട് ഉണ്ട്. നമുക്ക് 8x6 ഡയമെൻഷനുള്ള ഒരു സിറ്റ് ഔട്ടാണ് നമുക്കിവിടെ ഫ്രണ്ട് പോർഷനിൽ വരുന്നത്. ഇനി നമുക്കിവിടെ അകത്തോട്ട് വരുമ്പോൾ ഇപ്പോൾ ഇതാണ് നമുക്കിവിടുത്തെ ഫ്രണ്ട് ഡോറ് വരുന്നത്. ഒരു ഡബിൾ ഡോറാണ് വരുന്നത്. അപ്പോൾ ഇത് ഫുള്ളും തന്നെ ലാവിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡോറ് ഫുള്ള്. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ നമ്മൾ നേരെ വീടിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ 18x16 ഡയമെൻഷനിലുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്ക് ആദ്യം കയറി വരുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ലിവിങ് ഏരിയ. തറയിലെ ടൈല് കണ്ടോ, അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള നമുക്ക് ടൈലിംഗ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മുകളിൽ സീലിങ്ങിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ആണ് നമുക്ക് സീലിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് ഒരു വലിയൊരു TV യൂണിറ്റ് വരുന്നുണ്ട്. നമ്മൾ കയറി വരുന്ന ഭാഗം ഈ ഒരു വാതിൽ വഴിയാണ് വരുന്നത്. ഇവിടെ ആയിട്ട് നമുക്കൊരു വലിയ TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു TV യൂണിറ്റ് ഫുള്ളും തന്നെ വുഡിലാണ് ചെയ്തിട്ടുള്ളത്. വുഡിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു TV യൂണിറ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ സ്റ്റോറേജ് സ്പേസും നമുക്ക് ഡെക്കോറേറ്റൊക്കെ വെക്കാനുള്ള സംഭവമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നമുക്ക് വുഡിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ നോക്കാം. ഈ ഭാഗത്താണ് നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ വരുന്നത്. അപ്പോൾ ഈ ഒരു ഡൈനിങ് ഏരിയ നമുക്ക് 12x10 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ഡൈനിങ് ഏരിയ ഇവിടെ അറേഞ്ച് ആക്കിയിട്ടുള്ളത്. സൈഡിലെല്ലാം നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ് ഈ 2 ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് വാഷിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഫുള്ള് വുഡിലാണ് ഈ ഭാഗത്ത് ചെയ്തിട്ടുള്ളത്. ഇത് PVC പാനലാണ് നമുക്ക് ഇതിൻ്റെ പുറകു സൈഡിൽ വരുന്നത്. പിന്നെ ഒരു സിങ്ക് വരുന്നുണ്ട്, താഴെ ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇനി ഇവിടെ ഒരു മിററും കൂടെ നമുക്ക് ഇനി വരാനായിട്ടുണ്ട്. അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് തന്നെയാണ് കസ്റ്റമർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചൺ നോക്കാം. ഈ ഭാഗത്താണ് നമുക്കൊരു കിച്ചൺ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ ഫുള്ള് മൾട്ടിവുഡിലാണ് ചെയ്തിട്ടുള്ളത്. ലാമിനേറ്റ് ചെയ്തതാണ്. നമുക്കൊരു ടൈലിൻ്റെ ഒക്കെ ഡിസൈനുള്ള ഒരു പാറ്റേൺ ആണ് നമുക്കിവിടെ കബോർഡ്സിനെല്ലാം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തറയിൽ ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ടൈൽ കൊടുത്തിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസ് ഉണ്ടോ, നമുക്ക് ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസ് കാണാം. മുകളിലും നമുക്കിവിടെ എല്ലാം അടച്ച് സെറ്റാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ അതിനകത്ത് മൾട്ടിവുഡിലാണ് ചെയ്തിട്ടുള്ളത്. താഴെയും നമുക്ക് ധാരാളം ക്യാബിൻസ് വരുന്നുണ്ട്. ഇതാണ് നമുക്ക് ഇവിടുത്തെ സിങ്ക് വരുന്നത്. കുറച്ച് ഡെപ്തുള്ള ടൈപ്പ് തന്നെയാണ് നമുക്ക് സിങ്ക് വരുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് ഒരു ഇലക്ട്രിക് ചിമ്മിനി ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കിച്ചൻ്റെ വിശേഷം വരുന്നത്. ഇനി നമുക്ക് ഈ വീട്ടിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണുള്ളത്. ഈ ഭാഗത്താണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് 12x12 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ്. അത്യാവശ്യം നമുക്ക് സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ വലിയ കട്ടിലൊക്കെ ഇടാനൊക്കെ ഉള്ള നമുക്ക് സ്പേസ് ഉണ്ട്. മുകളിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ആണ് സീലിംഗിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് വാർഡ്രോബ് വരുന്നുണ്ട്. ഒരു 2 ഡോർ വരുന്ന ടൈപ്പാണ് നമുക്ക് ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത്. ഇത് ഫുള്ളും തന്നെ ലാമിനേറ്റ് ചെയ്തതാണ് ബോർഡ് വർക്കിൽ കണ്ടോ ഫുള്ളും വരുന്നത്. പിന്നെ നമുക്കിവിടെ ഒരു മിററൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ വാർഡ്രോബ് സെറ്റാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. PVC ഡോറാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. അകത്തോട്ട് വരുമ്പോൾ ടൈലെല്ലാം നമുക്ക് ഗ്രിപ്പിംഗ് ടൈൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിങ്സ് ആണ് മൊത്തത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ടൈല് നമുക്ക് ഏകദേശം ടോപ്പിൻ്റെ അത്രയും ഭാഗം കവർ ചെയ്യുന്ന രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, മിറർ, സിങ്ക്, എല്ലാ സംഭവവും നമുക്കിവിടെ കോമൺ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമുക്കപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷം വരുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ച കയറി കാണാം. അപ്പോൾ നമുക്ക് കയറി പോകുന്ന ഈ സ്റ്റെയറിൽ നമുക്ക് ഗ്രാനൈറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സൈഡിൽ സ്റ്റീലിലുള്ള ഹാൻഡിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പോർഷനിൽ വുഡും ചെയ്തിട്ടുണ്ട്. സ്റ്റീൽ ആൻഡ് ഗ്ലാസ് ആണ് അല്ലാതെ ചെയ്തിട്ടുള്ളത്. പിന്നെ കയറി പോകുന്ന ഈ ഭാഗത്ത് നമുക്ക് സൈഡിലായിട്ട് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ നല്ല ലൈറ്റിങ് ഈ ഒരു ഭാഗത്ത് നിന്ന് വീടിൻ്റെ അകത്തോട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിനി വീടിൻ്റെ മുകളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ നമ്മൾ സ്റ്റെയർ കയറി മുകളിൽ വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഒരു ചെറിയ ലിവിങ് ഏരിയ ഈ ഭാഗത്ത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ലിവിങ് ഏരിയ നമുക്ക് 18x14 ഡയമെൻഷനിലുള്ള
ഒരു ചെറിയൊരു ലിവിങ് ഏരിയ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു വാർഡ്രോബ് പോലത്തെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്താണ് നമുക്കത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ ഹോൾ വരുന്നത്. ഇപ്പോൾ 18x14 ഡയമെൻഷനിലാണ് നമുക്ക് ഇവിടുത്തെ ഹോൾ വരുന്നത്. കൂടാതെ ഇവിടെ ആയിട്ടാണ് നമുക്കിവിടെ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പോട്ട് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിന്ന് നമുക്ക് കറണ്ട് എടുക്കാനും നമുക്ക് ഇൻ ഔട്ട് കണക്ഷനൊക്കെ ഇവിടെ വരുന്നത്. ഇവിടെ ഒരു ഷെൽഫും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 ബെഡ്റൂം നമുക്കിവിടെ വരുന്നത്. ഒരു ബെഡ്റൂം ഈ ഭാഗത്ത്, ഒരു ബെഡ്റൂം ഇപ്പുറത്ത്, അങ്ങനെയാണ് നമുക്കിവിടെ അറേഞ്ച് ആക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ബെഡ്റൂമിൻ്റെ കാഴ്ച കയറി കാണാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ബെഡ്റൂം നോക്കാം. അപ്പോൾ ഈ ഒരു ബെഡ്റൂം വരുന്നത് നമുക്ക് 14x12 ഡയമെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. മുകളിൽ പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്, സ്പോട്ട് ലൈറ്റും വരുന്നുണ്ട്. അപ്പോൾ താഴെ കണ്ട അതേ ഒരു ഡിസൈനാണ് നമുക്ക് ഇവിടുത്തെ വാർഡ്രോബിൻ്റെ ലാമിനേറ്റ് ചെയ്ത പീസ് വരുന്നത്. ഇനി നമുക്കിവിടെ മിറർ വരുന്നുണ്ട്. 2 ഡോർ തന്നെയാണ് നമുക്ക് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ ബാത്റൂം നോക്കാം. അപ്പോൾ PVC ഡോർ ഈ ഒരു ഗ്രാഫിക്സ് വരുന്നതാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച വരും. ഇവിടെ നമുക്ക് ഗ്രിപ്പിംഗ് ടൈൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു ലീഫിൻ്റെ പാറ്റേൺ ആണ് നമുക്ക് ഇവിടുത്തെ ടൈലിംഗ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ബാക്കി ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് നമുക്ക് വരുന്നത്. ഷവർ ഈ ഭാഗത്ത് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ലൈറ്റ്, മിറർ, സിങ്ക് എല്ലാ സംഭവവും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീട്ടിലെ ലാസ്റ്റ് ഒരു ബെഡ്റൂം ഈ ഭാഗത്താണ് ലാസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ഒരു ബെഡ്റൂം നമുക്ക് 12x12 ഡയമെൻഷനിൽ വരുന്ന ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ വരുന്നത്. 2 വിൻഡോ 2 ഭാഗത്ത് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ കൂടാതെ ഇവിടെയുള്ള ഒരു വാർഡ്രോബ് കണ്ടോ, അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ്. ഒരു 3 ഡോർ വരുന്ന രീതിക്കാണ് നമുക്ക് ഇവിടെ വാർഡ്രോബ് വരുന്നത്. പിന്നെ ഒരു വലിയ മിറർ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പം അങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ വാർഡ്രോബ് സെറ്റ് ആക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. PVC ഡോർ തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ അകത്ത് നോക്കാം, നമുക്ക് ഗ്രിപ്പിംഗ് ടൈൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഒരു ലീഫിൻ്റെ പാറ്റേണിലാണ് നമുക്ക് ഇവിടെ ഒരു ടൈൽ വരുന്നത്. ഷവറെല്ലാം ഈ ഭാഗത്ത് വരുന്നുണ്ട്. പിന്നെ ബാക്കി എല്ലാ സംഭവവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ഇവിടെയും യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ബാൽക്കണിയാണ് കാണേണ്ടത്. ഈ ഭാഗത്താണ് ഇവിടുത്തെ ബാൽക്കണി വരുന്നത്. 10x6 ഡയമെൻഷനിലുള്ള ഒരു ബാൽക്കണിയാണ് നമുക്കിവിടെ വരുന്നത്. മുകളിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ആണ് സീലിംഗിൽ വരുന്നത്. പിന്നെ സൈഡിൽ നമുക്ക് സ്റ്റീൽ ആൻഡ് ഗ്ലാസ് ടൈപ്പാണ് നമുക്കിവിടെ ഹാൻഡിൽസ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമുക്കിവിടെ ബാൽക്കണി വരുന്നത്. ഈ സൈഡ് വഴിയാണ് നമുക്ക് മുകളിൽ ടെറസിൽ പോകാൻ വേണ്ടിയുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. ഇത് വീണ്ടും ഫ്രണ്ടിൽ തന്നെ റെസിഡൻഷ്യൽ ഏരിയ ഉണ്ടോ, ഇഷ്ടംപോലെ വീടുകൾ നമുക്ക് കാണാൻ സാധിക്കും. കയറി വരുന്ന വഴി കണ്ടോ, ഇതാണ് ഫുള്ളും നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബ്യൂട്ടിഫുൾ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 65 ലക്ഷമാണ്. അത് തീർത്ത് നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ വീട് വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ ഹോം ലോണാണ് വീടെടുക്കാൻ താല്പര്യമെങ്കിൽ നമ്മുടെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഹോം ലോൺ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ബഡ്ജറ്റ് ഇതല്ല, കുറച്ചും കൂടെ 50 ലക്ഷത്തിന് താഴെയോ അല്ലെങ്കിൽ അതിന് മുകളിലോ അല്ലെങ്കിൽ 1 കോടിക്ക് പുറത്തോ നിങ്ങൾ ട്രിവാൻഡ്രത്ത് നിങ്ങൾ ആ വീട് അന്വേഷിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വീട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള വീടിൻ്റെ വിശേഷങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ വീട് വന്ന് കാണാൻ സാധിക്കും. അപ്പോൾ പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കടന്നു വരാം. എല്ലാവർക്കും ബൈ.